ഇപ്പൊ ചോദിക്കും. പിന്നെ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോ വീണ്ടും അമ്മയോട് ചോദിക്കുവോ? എത്ര തവണ എന്ന് പറഞ്ഞാ ചോദിക്കുന്നേ? എന്റെ മോമിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട് ആന്റി. ഞാൻ എത്ര ചോദിച്ചാലും തരും. എടി മരമണ്ടി, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണത്തിനല്ല പ്രാധാന്യം. അഖിൽ ഈ വീട്ടിൽ നിന്ന് കാശ് എടുക്കുന്നതിലാ കാര്യം. വല്ലതും മനസ്സിലായോ? അഖിൽ, നീ വന്നോ? ഇത്രയും നേരം എവിടെയായിരുന്നു? കാശ് റെഡിയായോ? ഞാൻ കാശിന് വേണ്ടി ഒന്നും പോയതല്ല. കൊച്ചുമോനെ, നീ കുടിച്ചിട്ടുണ്ടോ? ആ, ഞാൻ കുടിച്ചു. നീ എന്തിനാ അഖിൽ കുടിച്ചിട്ട് വന്നത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാടി നീ പറയുന്നേ? ഉടൻ തന്നെ എനിക്ക് ഈവന്റ് സ്റ്റാർട്ട് ചെയ്യണം. ഡിസൈൻ കൂടി ഞാൻ സെറ്റ്. മണി വേണം, മണി. അവര് ഫോൺ വിളിച്ചെന്നെ കൊന്നോണ്ടിരിക്കയാടി. അഭിയേട്ടൻ കാശ് തരില്ലെന്ന് തുറന്നു പറഞ്ഞു. ബസ് എടുത്തിയാണെങ്കിലോ എനിക്ക് തരണ്ടെന്നും പറഞ്ഞിരിക്കുക. ഫ്രണ്ട്സ് ആണെങ്കിലോ ഇല്ല എന്ന് കൈമലർത്തി. എന്ത് ചെയ്യണോന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്നും പറഞ്ഞ് കുടിച്ചോണ്ട് വീട്ടിൽ വരെടാ. അല്പെങ്കിലും വിവരമുണ്ടോടാ നിനക്ക്? എന്തൊക്കെയോ ചെയ്യൂന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചതവൻ. അവസാനം ഇങ്ങനെയാടാ കാണിച്ചു കൂട്ടുന്നേ? ഞാൻ ഒന്നാതെ ആകെ മൊത്തത്തില് ദേഷ്യം പിടിച്ചിരിക്കുകയമ്മേ. വെറുതെ എന്നെ പഠിപ്പിക്കാൻ വരല്ലേ? നിനക്ക് ഈ ദേഷ്യം ആരോടാ അഖിൽ? എന്നോടോ ആന്റിയോടോ? എന്നോട് തന്നെ. എനിക്ക് എന്നോട് വെറുപ്പ് തോന്നാ. ആ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാ. ആ, വെറും തെണ്ടി. അപ്പൊ നിനക്ക് ദേഷ്യം വരേണ്ടത് ആ വസുവിനോടോ അബീനോടുവാ, അല്ലാതെ നിന്നോടോ ഞങ്ങളോടോ അല്ല. വസുവേട്ടത്തിയെ നീ എന്തുമാത്രം വിശ്വസിച്ചതാ, എന്ത് ബഹുമാനം കൊടുത്തതാ, തലയിലെടുത്ത് വയ്ക്കുകയും ചെയ്തു. അവസാനം അവരെന്താ കാണിച്ചേ? രാവിലെ നിന്നെ അപമാനിച്ചു. എനിക്ക് 1 രൂപ പോലും തരാൻ പാടില്ലെന്ന് അഭിയേട്ടനോട് പറഞ്ഞു. എല്ലാം ആ വസുവേട്ടത്തി കാരണമാണ്. അതേടാ, ആ വസു അന്നേരം തടഞ്ഞില്ലായിരുന്നെങ്കി അബി നിനക്ക് കാശ് തന്നേനെ. നിനക്കാ ഇവന്റ് ഇന്ന് ചെയ്തു തുടങ്ങായിരുന്നു. ആ വസുവിന് നീ മുന്നേറുന്നത് ഇഷ്ടല്ലേടാ. നിന്നെ ഒതുക്കി കൂട്ടാൻ നോക്കുക. നീ പിച്ചി എടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കാടാ. അവരുടെ ഉദ്ദേശം അങ്ങനെ ആയിരിക്കുമ്പോ നീ എന്തിനാ മദ്യപിച്ചിട്ട് വന്നത്? സൊല്യൂഷൻ കണ്ടെത്താതെ മദ്യപിച്ചിട്ട് വന്ന് തെറ്റ് ചെയ്യാണ്. എടേ, എന്റെ കയ്യില് ഒരു സൊല്യൂഷനും ഇല്ലാന്ന് നിന്റെ കയ്യിലുണ്ടെങ്കിൽ പറയേ. എനിക്ക് ഇപ്പൊ തന്നെ 10 ലക്ഷം രൂപ വേണം. നാളെ നിന്റെ ഏട്ടനോട് ചോദിക്കടാ. തരാൻ പറ്റില്ലെന്ന് ഇന്ന് എന്നെ പറഞ്ഞല്ലേ? കഷ്ടപ്പെട്ട് ജോലി ചെയ്തതാ. ശമ്പളം താന്ന് പറഞ്ഞ അങ്ങനെ ആരും തരില്ലടാ. അല്ല, ശമ്പളം ചോദിക്കേണ്ട ഗതികേട് നിനക്കെന്താ? പിന്നെ എന്താ ചോദിക്കേണ്ടതാ? എന്താ ചോദിക്കേണ്ടതെന്ന്? ഭാഗം ചോദിക്ക്. സ്വത്തിലുള്ള നിന്റെ പങ്ക് ചോദിക്ക്. അതേടാ കൊച്ചുമോനെ, ഈ സ്വത്ത് മൊത്തം നിങ്ങൾ 3 ആൾക്കുള്ളതാ. നിന്റെ ഏട്ടന്മാരെ പോലെ നിനക്കും അതിന് പങ്കുണ്ട്. നിന്റെ ഭാഗം ചോദിച്ചു വാങ്ങാനുള്ള അവകാശം നിനക്കുണ്ട്. നിന്റെ ഭാഗം നീ അങ്ങോട്ട് ചോദിക്കേ. യെസ് അഖിൽ, നാളെ ഡയറക്റ്റായി അച്ഛനോടും അമ്മയോടും നീ സ്വത്തില് എന്റെ പങ്ക് വേണോന്ന് പറ. അപ്പൊ അവർക്ക് തന്നല്ലേ പറ്റൂ. സന്തോഷായിട്ട് നമുക്ക് ഈവന്റ് ചെയ്യാം. നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? സ്വത്തിന്റെ പങ്ക് ചോദിച്ചാ അവരെന്ത് വിചാരിക്കുന്നാണോ? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവരെ കുറിച്ച് ആലോചിക്കുന്നത് വേസ്റ്റാടാ. ബസു അബി നിന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആരെ കുറിച്ചും ആലോചിക്കേണ്ട കാര്യമില്ല അഖിൽ. നമ്മളെ പറ്റി, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പറ്റി, അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്ക്. ഇല്ലെങ്കിലേ ആന്റി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പിച്ച എടുക്കേണ്ടി വരും. ഓക്കേ. നാളെ ഞാൻ വീണ്ടും ഏട്ടനോട് കാശ് ചോദിക്കാൻ പോവാ. തന്നില്ലെങ്കിൽ എങ്ങനെ വാങ്ങിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവിടെ. കാശ് എങ്ങനെ വാങ്ങണമെന്ന് എനിക്കറിയാം. ഞാൻ വാങ്ങിച്ചോളാം. നാളെ അഖിൽ ധൈര്യത്തോടെ സ്വത്തിന്റെ പങ്ക് ചോദിക്കുമോ ആന്റി? നീ പേടിക്കണ്ടടി. നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടിന്നാണല്ലോ അവൻ പറഞ്ഞത്. ചോദിച്ചേ മതിയാകൂ. കൊടുത്തില്ലെങ്കിൽ നാളെ ഈ വീട് 2 ആയി മാറും. ആ
സമയം 10 എന്തോ ഏട്ടൻ വരാത്ത? ഈ സമയമാകുമ്പോഴേക്കും ഏട്ടൻ വരേണ്ടതാ. എന്താ ഏട്ടാ ഇത്രയും ലേറ്റ് ആയത്? ഇന്ന് ഞാനൊരു ഈവന്റ് ചെയ്തു വസുന്ധര. എന്ത് ഈവന്റ്? ഷഷ്ടിപൂർത്തി ഫംഗ്ഷൻ. രാഘവൻ സാർ എന്ന് പറഞ്ഞൊരു റിട്ടയർഡ് ഹെഡ് മാസ്റ്ററിന്റെ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. എല്ലാവരും ഫോറിനിൽ സെറ്റിൽഡ് ആണ്. എല്ലാവരും വന്ന് പാരന്റ്സിന്റെ ഷഷ്ടിപൂർത്തി ഫംഗ്ഷൻ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിച്ചു. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമായി. കല്യാണം കഴിഞ്ഞ് കുട്ടികളെ പ്രസവിച്ചു. ആ കുട്ടികൾ വളർന്ന് വലിയ നിലയിലെത്തി. തങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും അവർ ആദരിച്ചിരിക്കുന്നു. വ്യത്യസ്തമായ ആചാരങ്ങൾ തന്നെ. ആ ആചാരങ്ങൾ കണ്ടിട്ട് ഞാൻ അങ്ങനെ തന്നെ അങ്ങ് നിന്നുപോയി. അതുകൊണ്ടാ ഞാൻ ഇത്രയും ലേറ്റ് ആയത്. സോറി, താൻ ഭക്ഷണം കഴിച്ചോ? ഏട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ ഏട്ടാ. നല്ല കാര്യ ചെയ്തേ. രാഘവൻ സാറും മക്കളും ഒരുപാട് നിർബന്ധിച്ചപ്പോ എനിക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നു. ഇത് എന്തായിട്ടോ ഇതൊക്കെ? എന്തിനാ ഇത്രയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നേ? അർദ്ധരാത്രി എഴുന്നേറ്റ് താൻ ചിലപ്പോ വിശക്കൊന്ന് പറയുമ്പോ ആ സമയത്ത് ഇറങ്ങി പുറത്തു പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ വാങ്ങിച്ചോണ്ട് വരുന്നതല്ലേ. എന്നോ ഒരു രാത്രി വിശന്നു പറഞ്ഞിട്ട് എന്നും രാത്രി വിശക്കുന്നു പറയോ? എന്നാലും ഒരു മനുഷ്യനെ കൊണ്ട് ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുമോ? എല്ലാം ഒറ്റ ദിവസം കൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ദിവസവും കുറച്ചായിട്ട് കഴിച്ചാൽ മതി. ഏട്ടൻ എന്നെ ഫുഡിനോട് ആർത്തിയുള്ളവളാക്കുക. ഇപ്പൊ എനിക്കങ്ങനെ വിശക്കുന്നൊന്നുമില്ല. ശരി, തനിക്ക് വിശക്കുന്ന സമയത്ത് ക്രേവിംഗ് വരുമ്പോ കഴിച്ചാൽ മതി. ഓക്കെ, ഞാനൊന്ന് ഫ്രഷപ്പ് ആയിട്ട് വരാം. ഇതെല്ലാം സൂക്ഷിച്ചെടുത്ത് വയ്ക്ക. ഇത് കാണുമ്പോ എനിക്ക് വായില് വെള്ളം ഊറുക. ഈ സമയത്ത് വയറ് കുറച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കുന്നതിൽ കുഴപ്പമില്ല. ഞാൻ എന്താണോ ഈ കാണുന്നത്? ഞാൻ കഴിച്ചു. എല്ലാം കഴിച്ചോ? അതെ. ഓ മൈ ഗോഡ്. ഒരു മനുഷ്യനെ ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് കുറച്ചു മുമ്പ് ചോദിച്ചതല്ലേ? അത് കഴിക്കാൻ പറ്റോ ഇല്ലേന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. അവസാനം മുഴുവനും കഴിച്ച് ടെസ്റ്റില് പാസ്സായി. കൺഗ്രാറ്റ്സ് പറയേ. സത്യമായിട്ട് ഇത് മുഴുവൻ താൻ തന്നെയാണോ കഴിച്ചേ? എന്താ ഡൗട്ട് ഉണ്ടോ? ഇല്ല, വിശപ്പ് ഇല്ലാത്തപ്പോ തന്നെ താൻ ഇങ്ങനെ കഴിച്ചെങ്കിൽ വിശപ്പ് വരുന്ന സമയത്ത് താൻ ഈ നാട് മുഴുവൻ തിന്നു തീർക്കുമല്ലോ. എന്താ ഏട്ടാ, ഞാനെന്താ ഫുഡ് കണ്ടിട്ടില്ലാത്തവളാണോ? എന്നെ കണ്ട ഫുഡ് കാണാത്തവളാണെന്ന് തോന്നുന്നു. എന്തിനാ കണ്ണു വെക്കുന്നേ? അയ്യോ, ഞാൻ
വസുന്ധര, ഞാൻ കണ്ണു വെച്ചതൊന്നുമല്ല. എന്നാലും എനിക്ക് വേണ്ടിയില്ല ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നേ. അപ്പൊ പിന്നെ ഞാൻ കഴിച്ച ഏട്ടനെന്താ നഷ്ടം? ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണെങ്കിൽ ഇനി ഒരിക്കലും വാങ്ങിക്കൊണ്ട് വരണ്ട. എന്തിനാ ഇപ്പൊ ചിരിക്കുന്നേ? ഞാൻ ജോക്കൊന്നും പറഞ്ഞില്ലല്ലോ, സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. ശരി, ഇനി ഞാൻ ഒരിക്കലും വാങ്ങിച്ചോണ്ട് വരില്ല. തന്നെ കൂട്ടിക്കൊണ്ട് തന്നെ പോവാം. എവിടെ? താൻ എവിടുന്ന് കഴിക്കണമെന്ന് പറയുന്നു അങ്ങോട്ടേക്ക്. ഈ ദിവസം ഒന്നും വേണ്ട, കിടക്കാം. എനിക്ക് ഉറക്കം വരുമോ? ചിരിച്ചത് മതിയേ. ഹലോ, കിടക്കാന്ന്. വസുന്ധര, ഒരു മിനിറ്റ്. ഇപ്പൊ വെള്ളം എടുത്തു തരാം. ദാ കുടിക്ക. അറിയോ? ഓക്കെ. അയ്യോ, വയറ് നിറഞ്ഞു പോയേട്ടാ. ഇനി ഉറക്കം വരുമോ എന്തോ. വയറ് നിറഞ്ഞാലും നിറഞ്ഞില്ലെങ്കിലും തനിക്ക് പ്രോബ്ലം തന്നെയാണോ? പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഞാനല്ല, ഏട്ടന്റെ കുഞ്ഞാ. കിടന്നുറങ്ങ്. ഉണ്ണി, നീ ഇവിടെ എന്ത് ചെയ്യാ? വാക്കിങ്ങാ? അല്ല, വെയിറ്റ് ചെയ്യാ. ആർക്ക് വേണ്ടിയാ? അമ്മയെ തന്നെ. എനിക്ക് വേണ്ടിയോ? അമ്മ ഒരു കാര്യം ചെയ്യണം. എനിക്ക് കോല ഇടാനുണ്ട്, പിന്നെ ചെയ്യാം. കോല ഇടുന്നതിന് മുമ്പ് അമ്മ ആസനം ചെയ്യണം. ആസനോ? യോഗാസനം. എന്തിനു ചെയ്യണം? പ്രഗ്നന്റ് ലേഡീസ് രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതാണെന്നാ പറയാറ്. കാർത്തികയുടെ അമ്മ അങ്ങനെ പറഞ്ഞോ? അല്ല, എന്റെ യോഗ ടീച്ചറാ പറഞ്ഞത്. എനിക്ക് യോഗാസനം ഒന്നും അറിയില്ല ഉണ്ണി. പറഞ്ഞു തരാൻ ഞാനുണ്ടല്ലോ. അയ്യോ, എനിക്ക് ജോലിയുണ്ട്. ഇതും ഒരു ജോലി തന്നെയാ. ആദ്യം ഇത്, അത് കഴിഞ്ഞു മതി ബാക്കിയല്ല. ശരി, യോഗ എങ്ങനെയാ ചെയ്യണ്ടേ? ആദ്യം സൂര്യ നമസ്കാരത്തിൽ നിന്ന് വേണം തുടങ്ങാൻ. ഞാൻ ആദ്യം ചെയ്ത് കാണിക്കാം, അത് കണ്ടിട്ട് അമ്മ ചെയ്യ്. ഇങ്ങനെ ചെയ്യ്. ഇനി വേറൊരാസനം. വസു, ഉണ്ണി, നിങ്ങൾ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? രാവിലെ എന്നോട് യോഗ ചെയ്യാൻ പറയാ, അതിനെന്നെ പഠിപ്പിച്ചോണ്ടിരിക്കുക. യോഗ ചെയ്യുന്നത് നല്ലതല്ലേ? നിനക്ക് നല്ല ടീച്ചറിനെ തന്നെ കിട്ടിയിരിക്കുന്നത്. വല്യമ്മ യോഗ ചെയ്യണം വല്യമ്മേ. വല്യമ്മയുടെ ഹെൽത്തിന് വളരെ നല്ലതാ. എനിക്കിപ്പോ അതിനുള്ള സമയമൊന്നും ഇല്ല ഉണ്ണി. വസു, ഈ ജ്യൂസ് കുടിക്ക. ഇത്ര രാവിലെയോ? കുടിക്കമ്മേ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ കുടിച്ചോളാം. എങ്കിൽ അതുവരെ ആസനം ചെയ്യ്. വേറെ വഴിയില്ലേ? ഇനി ഒരു ആസനം കൂടി. ഇരിക്കേ. ഇനി വേറൊരാസനം.
ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യണം. രാവിലെ അമ്മയും മോനും കൂടി യോഗാസനം ചെയ്യാണല്ലോ. ഭാവനയാണെങ്കിൽ ജ്യൂസ് ഗ്ലാസും കൈ പിടിച്ച് കുടിക്കാതെ നിൽക്കുന്നു. ആ ജ്യൂസ് അവൾക്കുള്ളതാണോ വസുവിനുള്ളതാണോ അതോ ഉണ്ണിക്കുള്ളതാണോ? ഈ വീട്ടിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കുറച്ചു ദിവസമായിട്ട് വസുവിന്റെ ജോലിയെല്ലാം ഭാവനയാ ചെയ്യുന്നത്. ഇന്നലെ വസുവിന് ഉണ്ണി ദൃഷ്ടി ഒഴിഞ്ഞും കൊടുത്തു. വസു എന്ത് പറഞ്ഞാലും അഭി അവളുടെ വാക്കും കേൾക്കുന്നു. വസു എന്താ വല്ലാതിരിക്കുന്നേ? എല്ലാം ഒരു മിസ്റ്ററി ആണല്ലോ. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? യോഗാസന അഭി. ഓ, യോഗ ടീച്ചർ വളരെ വലിയ ആളാണെന്ന് തോന്നുന്നു. അല്ലല്ല, എന്താ നിർത്തിയേ? പ്ലീസ് കണ്ടിന്യൂ. ഇല്ലെങ്കിലേ യോഗ ടീച്ചറിന് ചിലപ്പോ ദേഷ്യം വന്നാലോ? പ്ലീസ്, ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ നാണം കാണിച്ച എങ്ങനെ അമ്മേ? അമ്മ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയല്ലേ? ദൈവത്തിന്റെ പുണ്യം കൊണ്ട് എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. എനിക്ക് യോഗ, ആസനം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇല്ല വസുന്ധര, ഈ ടൈമിൽ യോഗ ചെയ്യുന്നത് വളരെ നല്ലതാ. ഈ ടൈം എന്ന് ഉദ്ദേശിച്ചത് രാവിലെ എന്നാണോ? ഞാനും അത് തന്നെ പറഞ്ഞ അഭി. യോഗ ചെയ്ത രണ്ടുപേരും ഹെൽത്തി ആയിരിക്കുമല്ലോ. രണ്ടുപേരും എന്ന് പറയുമ്പോ ഉണ്ണിയും വസുവാണോ? അമ്മയും കുഞ്ഞും ആരോഗ്യമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിലേ യോഗ തന്നെ ചെയ്യണം. എന്റെ കുഞ്ഞിന്റെ ആരോഗ്യത്തെ പറ്റി എനിക്ക് വിട്ടേക്കേട്ടാ. അപ്പൊ ജ്യൂസ് ഒന്ന് കുടിച്ച വസു. ഏട്ടന് കൊടുക്ക് ചേച്ചി. അല്ല, ഇവള് കുട്ടിയെ കുറിച്ച് ഫീൽ ആവുന്നത് താനാണ്. അതുകൊണ്ട് താൻ തന്നെ ജ്യൂസ് കുടിക്കണം. ദാ പിടിക്ക്. വസു തന്റെ കുഞ്ഞിനെ ഓർത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ണിയല്ലേ ആ ജ്യൂസ് വാങ്ങി കുടിക്കേണ്ടത്. വസുവിനോട് എന്തിനാ കുടിക്കാൻ പറഞ്ഞേ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവൾ ഒരുത്തി രാവിലെ എഴുന്നേറ്റോടനെ തുടങ്ങി ആന്റി 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 എന്ന് വിളിച്ചു. ശരി വസു, എനിക്ക് അടുക്കള ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ, എനിക്ക് സ്കൂളിൽ പോകാൻ ടൈമായി. നാളെ ഇതേ സമയത്ത് ഇതേ സ്ഥലത്ത് അമ്മയ്ക്ക് യോഗ ക്ലാസ്. കേട്ടല്ലോ? ഉണ്ണി തന്നെ വളരെ സ്നേഹത്തോടെയാണ് നോക്കുന്നതല്ലേ? അവന്റെ സ്നേഹം കാരണം കാര്യങ്ങൾ പുറത്തറിയുന്നുള്ള പേടിയുണ്ട് ഏട്ടാ എനിക്ക്. ഇന്നലെ അമ്മയുടെ അടുത്തുനിന്ന് ജസ്റ്റ് മിസ്സായി. ഇന്നലെയും പറയാൻ കഴിഞ്ഞില്ല, മിനിഞ്ഞാന്നും പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് എങ്ങനെങ്കിലും അമ്മയെ കാര്യങ്ങൾ അറിയിക്കണം. പക്ഷെ താൻ വെറുതെ കിടന്ന് ടെൻഷൻ അടിക്കരുത്, ഓക്കെ? ശരിയേട്ടാ. അമ്മയെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോ പേടിയാവുക എനിക്ക്. അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടിയേനെ. എന്തായാലും ഇന്ന് തന്നെ ഞാൻ അമ്മയോട് കാര്യങ്ങൾ പറയാം. താൻ റിലാക്സ് ആയിട്ട് ഇരിക്കണം, ഓക്കെ? താങ്ക്സ്. എന്തിനാടി എന്നെ വിളിച്ചേ? ഈ തുണികളെല്ലാം അയൺ ചെയ്യണോ ആന്റി? ഇതെന്തിനാ എന്നോട് പറയുന്നേ? എനിക്ക് അയൺ ചെയ്യാൻ അറിയില്ല ആന്റി. നിനക്കറിയില്ലെങ്കിൽ നിനക്കൊരു വേലക്കാരിയില്ലേ? എന്റെ വേലക്കാരി എന്റെ വീട്ടിലാ ഉള്ളത്. എടി എന്റെ പൊന്നു മരമണ്ടി, നിന്റെ വീട്ടിലെ വേലക്കാരി പറ്റിയല്ല പറഞ്ഞേ. ഈ വീട്ടിലെ അമ്മായി നിനക്ക് വേണ്ടി വെച്ച വേലക്കാരി വസു. അതെയല്ലേ? വസുവേട്ടത്തി ഉള്ളപ്പോ ആന്റിയും ഞാനും പണിയെടുക്കേണ്ട ആവശ്യമില്ല. അല്ല, ഈ വസുവേട്ടത്തി എവിടെയാ? എന്ത് ടിഫിനാ ചേച്ചി ഉണ്ടാക്കുന്നേ? ഇഡ്ലി സാമ്പാറും.
ചേച്ചി ഇഡ്ഡലി ഉണ്ടാക്ക്, ഞാൻ സാമ്പാർ ഉണ്ടാക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. നീ പോയി റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുക്കാനും വേണ്ടി ഞാൻ എന്ത് വലിയ പണിയാ ചെയ്തേ. അങ്ങനെ എപ്പോഴും ഞാൻ റെസ്റ്റ് എടുത്താലേ തടി കൂടി ഞാൻ ഗുണ്ടായി പോവും. ആ വസുവെടുത്തി, എന്താ കാർത്തിക? എന്റെയും അഖിലിന്റെയും കുറച്ച് തുണി അയൺ ചെയ്യാനുണ്ട്. ഒന്ന് ചെയ്തു തരാമോ? അതെന്താ കാർത്തികേ, ഇസ്തിരി ഇടുന്ന പോലത്തെ ചെറിയ ജോലി പോലും നിനക്ക് ചെയ്യാൻ വയ്യേ? എല്ലാ ജോലിയും വസുവിനെ കൊണ്ട് ചെയ്യിക്കുകയാണോ? നീ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാലും ഇത്രയും മടിയൊന്നും പാടില്ല. അതെ കാർത്തിക, നിനക്ക് കുറച്ചെങ്കിലും എക്സസൈസ് വേണ്ടേ? ഇന്നലെ കുറച്ച് ആരോഗ്യം ഉണ്ടാവും. നിനക്ക് ബുദ്ധിമുട്ടുള്ള ജോലികൾ ഞങ്ങൾ ചെയ്തു തരാം കാർത്തിക. ചെറിയ ചെറിയ ജോലികൾ നീ തന്നെ ചെയ്താ നിനക്കും കുഞ്ഞിനും അത് നല്ലതാണ്. അയൺ ചെയ്യാൻ പറഞ്ഞപ്പോ രണ്ടുപേരും കൂടി എനിക്ക് ക്ലാസ് എടുക്കുകയാണോ? കാണിച്ചു തരാം ഞാൻ. കാർത്തിക പറയുന്ന ഓരോ ജോലിക്കും നീ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവളെ വെറുതെ മടിച്ചാക്കണ്ട. അത് അവള് ഗർഭിണിയായിരിക്കുമല്ലേ ചേച്ചി? നീയും ഗർഭിണിയായിട്ടിരിക്കല്ലേ വസു?